ലോകകേരള സഭയ്ക്ക് മുന്നോടിയായി യോഗം വിളിച്ച് മുഖ്യമന്ത്രി. ലോകകേരള സഭയുടെ ഒരുക്കങ്ങൾ ചർച്ച ചെയ്യാനാണ് മുഖ്യമന്ത്രിയുടെ യോഗം. ഈ മാസം 25-ന് രാവിലെ 10:30 യോഗം ചേരും. ലോകകേരള സഭയ്ക്കായി സർക്കാർ തിരക്കിട്ട് അനുവദിച്ചത് 3 കോടി രൂപയാണ്. രാജീവ് ഉണ്ട്. രാജീവ്, സംസ്ഥാനം വലിയ പ്രതിസന്ധിയിലാണ്. സാമ്പത്തിക പ്രതിസന്ധി ഒരു ഭാഗത്ത്, രണ്ട് മഴയുണ്ടാക്കുന്ന ഭീഷണി വലിയൊരു തലവേദനയാകുന്നു. അതിലൊന്നും അവലോകനമില്ല. ലോകകേരള സഭയ്ക്ക് എന്തൊക്കെ വേണം, എങ്ങനെയൊക്കെ മാറ്റുകൂട്ടാമെന്ന് ആലോചിക്കാനായി മുഖ്യമന്ത്രി യോഗം വിളിച്ചിരിക്കുന്നു. രാജീവ്. ഉമേഷ്, മുഖ്യമന്ത്രി വിദേശ സന്ദർശനം കഴിഞ്ഞ് തിരിച്ചെത്തിയിട്ട് ദിവസങ്ങൾ മാത്രമേ ആകുന്നുള്ളൂ. ഈ വിദേശത്തേക്ക് പോകുന്നതിന് തൊട്ടു മുൻപാണ് മഴക്കാലപൂർവ്വ ശുചീകരണ പ്രവർത്തനങ്ങളും പകർച്ചവ്യാധികളും നിയന്ത്രിക്കുന്നതിനായി ഒരു അവലോകന യോഗം ചേർന്നത്. എന്നാൽ മുഖ്യമന്ത്രി എത്തിയപ്പോഴുള്ള സ്ഥിതി അതല്ല. വിദേശത്ത് നിന്ന് എത്തിയതിനു ശേഷം അതിശക്തമായ മഴ സംസ്ഥാനത്ത് തുടരുകയാണ്. തിരുവനന്തപുരം ഉൾപ്പെടെ വലിയ വെള്ളക്കെട്ടുകളാൽ നിറഞ്ഞിരിക്കുന്നു. ജലാശയങ്ങളെല്ലാം മാലിന്യ കൂമ്പാരമായി മാറിയിരിക്കുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത്. അതായത് മഴക്കാലപൂർവ്വ ശുചീകരണ പ്രവർത്തനങ്ങൾ പൂർണ്ണമായും താളം തെറ്റി. തദ്ദേശ സ്ഥാപനങ്ങൾക്ക് പണം നൽകാതെ വന്നതോടെയാണ് ഈ മഴക്കാലപൂർവ്വ ശുചീകരണങ്ങളെല്ലാം താളം തെറ്റുന്ന അവസ്ഥയിലേക്ക് എത്തിയത്. ആരോഗ്യമേഖലയിലെ പ്രവർത്തകർ പറയുന്ന അനുസരിച്ചാണെങ്കിൽ അവശ്യ മരുന്നുകൾ പോലും ലഭ്യമല്ല. കേരള മെഡിക്കൽ സർവീസ് കോർപ്പറേഷൻ ലിമിറ്റഡ് പണം ആവശ്യപ്പെട്ടുകൊണ്ട് നിരവധി തവണ കത്ത് നൽകിയിട്ടും യാതൊരു മറുപടിയും ധനവകുപ്പിന്റെ ഭാഗത്ത് നിന്ന് ലഭിക്കുന്നില്ല. ഇതുമായി ബന്ധപ്പെട്ടൊന്നും ഒരു യോഗവും മുഖ്യമന്ത്രി തിരിച്ചെത്തിയതിനു ശേഷം വിളിച്ചിട്ടില്ല എന്ന വസ്തുത കൂടി നിലനിൽക്കുന്നുണ്ട്. പക്ഷേ ഇതിനിടെയാണ് തിരക്കിട്ട് മുഖ്യമന്ത്രി ലോകകേരള സഭയ്ക്കായി യോഗം വിളിച്ചിരിക്കുന്നത്. ഈ മാസം 25-ന് യോഗം ചേരാനാണ് തീരുമാനം. ലോകകേരള സഭയുടെ ഒരുക്കങ്ങൾ സംബന്ധിച്ചുള്ള ചർച്ചയാകും പ്രധാനമായും നടക്കുക. കഴിഞ്ഞ ദിവസമാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്നും ചീഫ് സെക്രട്ടറിക്ക് ഇത് സംബന്ധിച്ച അറിയിപ്പ് ലഭിച്ചത്. വിവിധ വകുപ്പ് മേധാവികൾക്ക് പുറമെ ഇതുമായി ബന്ധപ്പെട്ട ഒരുക്കങ്ങൾക്കായി ഒരു സംഘാടക സമിതി നേരത്തെ സർക്കാർ രൂപീകരിച്ചിരുന്നു. ഈ സംഘാടക സമിതിയും ഈ യോഗത്തിൽ പങ്കെടുക്കണമെന്ന നിർദ്ദേശം നൽകിയിട്ടുണ്ട്. പ്രധാനമായും ചർച്ച ചെയ്യുക മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ ഈ ലോകകേരള സഭയുടെ ഒരുക്കങ്ങൾ തന്നെയാണ്. ലോകകേരള സഭയ്ക്കായി 3 കോടി രൂപയാണ് സർക്കാർ അനുവദിച്ചത്. സർക്കാരിന്റെ ഭരണം എന്നത് കേവലം ട്രാൻസ്ഫറുകളിലേക്കും അല്ലെങ്കിൽ താൽക്കാലിക തസ്തികകളിലേക്ക് ഇഷ്ടക്കാരെ തിരികെ കയറ്റി അതിലേക്കൊക്കെയായി മാറിക്കഴിഞ്ഞിട്ട് ആർക്കും ഒരു പ്രയോജനമില്ലാത്ത നവകേരള സദസ്സ്, ലോകകേരള സഭ തുടങ്ങിയ കൂട്ടായ്മകൾ സംഘടിപ്പിക്കുക, അല്ലെങ്കിൽ അതിൻ്റെ പേരിൽ വലിയ ആഘോഷങ്ങൾ സംഘടിപ്പിക്കുക, അതിന് മാത്രമാണ് സർക്കാരിനും മുഖ്യമന്ത്രിക്കും ഒക്കെ താല്പര്യമെന്ന് തോന്നിപ്പോകുന്നത്. കാരണം ഇപ്പോൾ ചൂണ്ടിക്കാട്ടിയ പോലെ ലോകകേരള സഭ കൊണ്ട് എന്താണ് ഗുണമുണ്ടാകുന്നത്? പ്രവാസികൾക്ക് ഗുണമുണ്ടാകും എന്ന തരത്തിലാണ് വലിയ പ്രചരണം നടത്തിയത്. വിദേശ നിക്ഷേപമൊക്കെ വരും, അങ്ങനെ വലിയ തലത്തിൽ കേരളം മാറുമെന്ന് പ്രഖ്യാപിച്ച് നടത്തിയ ലോകകേരള സഭയുടെ അവസ്ഥ എന്താണ്? അവിടെ ഒരുമിച്ച് കൂടി ചായ കുടിച്ച് കഥ പറഞ്ഞ് പിരിയുകയല്ലാതെ കേരളത്തിന് എന്ത് ഗുണം കിട്ടിയെന്ന വിവരാവകാശ നിയമപ്രകാരം ചോദിച്ചാൽ പോലും മറുപടി തരാത്ത തരത്തിലേക്ക് അതീവ രഹസ്യമായൊക്കെയാണ് ഇതങ്ങ് സൂക്ഷിച്ചു വെച്ചിരിക്കുന്നത്. അപ്പോഴാണ് തലസ്ഥാന നഗരം ഉൾപ്പെടെ മഴവെള്ളക്കെട്ടുകൊണ്ട് പൊറുതിമുട്ടിയിരിക്കുന്നത്, പുറത്തേക്ക് ഇറങ്ങാൻ കഴിയുന്നത്. അതൊന്നും ചർച്ച ചെയ്യാൻ താല്പര്യമില്ല. ഇത്തരം സഭകൾ മനോഹരമായി നടത്തുക, അതിൻ്റെ പകിട്ട് എത്രയും മികച്ചതാക്കാമോ അത്രയും മികച്ചതാക്കുക. പണമില്ല എന്ന് പറയുമ്പോഴാണ് കഴിഞ്ഞ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് രാജീവൻ റിപ്പോർട്ട് ചെയ്ത പോലെ നവകേരള സദസ്സുമായി ബന്ധപ്പെട്ട് സർക്കുലർ ഇറക്കിയതിൻ്റെ നോട്ടീസ് അച്ചടിച്ചതിൻ്റെയൊക്കെ പണം നൽകാൻ പണമുണ്ട്. ഇപ്പോൾ ലോകകേരള സഭയ്ക്കാണെങ്കിൽ ആദ്യം 2 കോടി അനുവദിക്കുന്നു, പിന്നീട് 1 കോടി അനുവദിക്കുന്നു, അങ്ങനെ 3 കോടി രൂപ ഇതുവരെ അനുവദിച്ചിട്ടുണ്ട്. അവലോകന യോഗം പോലും ആരംഭിക്കുന്നതിന് മുമ്പ് തന്നെ 3 കോടി അനുവദിച്ചിട്ടുണ്ട്. അപ്പോൾ സാമ്പത്തിക പ്രതിസന്ധി ഇവർക്ക്, സർക്കാരിന് ഇഷ്ടപ്പെട്ട പരിപാടികൾക്ക് അല്ലെങ്കിൽ മുഖ്യമന്ത്രിക്ക് താല്പര്യമുള്ള പരിപാടികൾക്ക് ഒരു സാമ്പത്തിക പ്രതിസന്ധിയുമില്ല. സാധാരണക്കാരായ ജനങ്ങളെ ബാധിക്കുന്ന പ്രശ്നങ്ങൾക്ക് ഇന്നലെ തിരുവനന്തപുരത്ത് നിന്ന് ചില ആളുകളൊക്കെ പറഞ്ഞത്, ഈ വെള്ളക്കെട്ടിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ എലിപ്പനി പിടിക്കും. ഈ എലിപ്പനി പിടിക്കാതിരിക്കാനുള്ള പ്രതിരോധ മരുന്ന് വിതരണം ചെയ്യാൻ അവിടുത്തെ ഹെൽത്ത് സെൻ്ററുകൾക്ക് കഴിയുന്നില്ല, അവിടെ അതിൻ്റെ സ്റ്റോക്കില്ല എന്നൊക്കെയാണ് പറയുന്നത്. അപ്പോൾ സർക്കാരിന് താല്പര്യമുള്ള വിഷയങ്ങളിൽ അവരുടെ ഇഷ്ടമനുസരിച്ച് പണം ചെലവാക്കാനുണ്ട്. സാധാരണക്കാരെ ബാധിക്കുന്ന പ്രശ്നങ്ങളിൽ ഇടപെടാനോ അതിന് മാറ്റിവെക്കാനോ പണമോ സമയവും ഇല്ല. രാജീവ്. ഉമേഷ്, ഒന്നാം ലോകകേരള സഭ സംഘടിപ്പിച്ചപ്പോൾ പ്രധാനമായും സർക്കാർ പറഞ്ഞിരുന്നത് സാധാരണക്കാരായ പ്രവാസികൾക്ക് പ്രയോജനം ലഭിക്കുന്ന രീതിയിലേക്ക് ഇത് മാറ്റുമെന്നായിരുന്നു. പ്രവാസികൾ നേരിടുന്ന പ്രശ്നങ്ങൾ പരിഹരിക്കും, മാത്രമല്ല വിദേശ നിക്ഷേപങ്ങൾ കൂടുതലായി ഇവിടേക്ക് എത്തിക്കും. ഈ തിരിച്ചെത്തുന്ന പ്രവാസികൾക്ക് എല്ലാ സൗകര്യങ്ങളും ഇവിടെ വ്യവസായങ്ങൾ നടത്താനായി ഒരുക്കി കൊടുക്കും എന്നൊക്കെയായിരുന്നു ആദ്യ ലോകകേരള സഭയിൽ സർക്കാർ മുന്നോട്ട് വെച്ചത്. അതിനും ഏകദേശം 4 കോടി രൂപയ്ക്കടുത്തായിരുന്നു അന്ന് ചെലവഴിച്ചത്. ഇതുമായി ബന്ധപ്പെട്ട് വലിയ വിമർശനങ്ങൾ ശക്തമായപ്പോൾ ഈ പ്രവാസികളുടെ പ്രശ്നങ്ങളൊക്കെ ചൂണ്ടിക്കാണിച്ചുകൊണ്ടായിരുന്നു സർക്കാർ പിടിച്ചിരുന്നത്. പിന്നീട് 2ഉം 3ഉം ലോകകേരള സഭകൾ നടത്തിയപ്പോൾ വലിയ ദൂർത്ത ഇതിൻ്റെ പറവിൽ നടന്നു എന്ന് മാത്രമല്ല, ഈ ലോകകേരള സഭയ്ക്ക് ശേഷമാണ് മുഖ്യമന്ത്രിയും അതുപോലെ തന്നെ മന്ത്രിമാരുമൊക്കെ കുടുംബത്തോടെ വിദേശത്തേക്ക് പോകുന്നത്. കഴിഞ്ഞ ലോകകേരള സഭ കഴിഞ്ഞതിന് ശേഷം മുഖ്യമന്ത്രിയും അതുപോലെ തന്നെ മന്ത്രിമാരും വിദേശ സന്ദർശനം നടത്തിയിരുന്നു. അമേരിക്കയിലേക്കായിരുന്നു മേഖലാ സമ്മേളനത്തിനായി മുഖ്യമന്ത്രി കുടുംബത്തോടൊപ്പം പോയത്. അതിൻ്റെ ചെലവുകൾ സർക്കാർ ഖജനാവിൽ നിന്നാണ് നൽകിയത്. ഇതിനുശേഷം സൗദിയിൽ ഒരു മേഖലാ സമ്മേളനം നടത്താനുള്ള നീക്കം നടത്തിയെങ്കിലും കേന്ദ്ര സർക്കാർ അതിന് അനുമതി നൽകിയില്ല. സംസ്ഥാനം രൂക്ഷമായ സാമ്പത്തിക പ്രതിസന്ധി നേരിട്ടുകൊണ്ടിരിക്കും
ഇരിക്കുമ്പോഴായിരുന്നു ഈ രീതിയിൽ ലോക കേരള സഭ നടത്തുന്നു. അതിന് പിന്നാലെ തന്നെ മേഖലാ സമ്മേളനങ്ങൾ വിദേശ രാജ്യങ്ങളിൽ വെച്ച് നടത്തുന്നു. മാത്രമല്ല, ഈ ലോക കേരള സഭയിൽ പങ്കെടുക്കുന്നവരുടെ കാര്യം പരിശോധിക്കുകയാണെങ്കിൽ വൻകിട വ്യവസായികൾ മാത്രമാണ് ഈ ലോക കേരള സഭയിലേക്ക് എത്തുന്നത്. അവർ കേരളത്തിലേക്ക് എത്തുന്നു, സർക്കാരിൻ്റെ അതിഥിയായി താമസിക്കുന്നു. അതിൻ്റെ പണം സർക്കാർ ഖജനാവിൽ നിന്ന് നൽകുമ്പോൾ ഇവിടുത്തെ ഓരോ സാധാരണക്കാരൻ നൽകുന്ന നികുതിയിൽ നിന്നുകൂടിയാണ് ഈ പണം എടുത്ത് ഇങ്ങനെ ദൂർത്തടിച്ചുകൊണ്ടിരിക്കുന്നത്. മാത്രമല്ല, ഇപ്പോഴത്തെ ലോക കേരള സഭയുടെ കാര്യം പരിശോധിക്കുകയാണെങ്കിൽ 2 കോടി രൂപ തിരക്കിട്ട് അനുവദിച്ചു. മാത്രമല്ല, അവിടെ പരിശോധിക്കേണ്ട മറ്റൊരു കാര്യം കൂടിയുണ്ട്. കഴിഞ്ഞ 6 മാസമായി ക്ഷേമ പെൻഷനുകൾ മുടങ്ങിയിട്ട് സാധാരണക്കാർ കാത്തിരിക്കുകയാണ്. 1 മാസത്തെയെങ്കിലും ക്ഷേമ പെൻഷൻ ലഭിക്കുമെന്ന പ്രതീക്ഷയിലായിരുന്നു ഈ സാധാരണക്കാർ കാത്തിരുന്നത്. 6 മാസമായി ക്ഷേമ പെൻഷൻ മുടങ്ങിയിട്ട് അതിനിതുവരെ പണം അനുവദിക്കാൻ സർക്കാരിന് കഴിഞ്ഞിട്ടില്ല. പക്ഷേ ഈ ലോക കേരള സഭയുമായി ബന്ധപ്പെട്ട് പണം ആവശ്യപ്പെട്ടപ്പോൾ ഉടൻ തന്നെ 2 കോടി അനുവദിക്കുന്നു. പിന്നീട് 1 കോടി അനുവദിച്ചത് ശ്രദ്ധേയമായ ഒരു കാര്യത്തിനാണ്. അതായത് ഈ ലോക കേരള സഭയ്ക്ക് എത്തുന്നവർക്ക് മുൻപിൽ കലാപരിപാടികൾ അവതരിപ്പിക്കാനായി വീണ്ടും 1 കോടി രൂപ അനുവദിക്കുന്നു. അതായത് രൂക്ഷമായ സാമ്പത്തിക പ്രതിസന്ധി എന്ന് പറഞ്ഞുകൊണ്ട് ക്ഷേമ പെൻഷനുകൾ നൽകുന്നില്ല, KSRTC ജീവനക്കാർക്ക് ശമ്പളം നൽകുന്നില്ല, പെൻഷൻ നൽകുന്നില്ല. കഴിഞ്ഞ ദിവസം നമ്മൾ റിപ്പോർട്ട് ചെയ്തതുപോലെ സഹകരണ ബാങ്കുകൾക്ക് കോടിക്കണക്കിന് രൂപയാണ് കുടിശ്ശിക വരുത്തിയിരിക്കുന്നത്. ഏകദേശം 2000 കോടിക്കടുത്ത് കുടിശ്ശിക ക്ഷേമ പെൻഷൻ നൽകിയതിലും അതുപോലെ തന്നെ KSRTC പെൻഷൻ നൽകിയതിലുമൊക്കെയായി സഹകരണ സംഘങ്ങൾക്ക്. എന്താണ് ഈ ലോക കേരള സഭ കൊണ്ടുള്ള ഗുണം? പ്രവാസികൾക്ക് നേട്ടമുണ്ടാകുമെന്ന് എണ്ണി പറയുന്നു. എന്നാൽ സാധാരണക്കാരായ കേരളത്തെ താങ്ങി നിർത്തുന്ന പ്രവാസികൾക്ക്, ശരാശരിക്കാരായ പ്രവാസികൾക്ക് എന്തു ഗുണമാണ് ലോക കേരള സഭ ഒരുക്കുന്നത്? പലപ്പോഴും നാട്ടിലേക്ക് വരാൻ, ജോലി അവസാനിച്ചില്ലെങ്കിൽ ജോലി നഷ്ടമായി നാട്ടിലേക്ക് വരാൻ ടിക്കറ്റ് പോലും എടുക്കാൻ കഴിയാത്ത പ്രവാസികൾക്ക് അവിടുത്തെ ചില സംഘടനകളും സ്വകാര്യ വ്യക്തികളും ഒക്കെയാണ് സഹായഹസ്തം നീട്ടുന്നത്. അങ്ങനെ ജോലി മതിയാക്കി അല്ലെങ്കിൽ അവിടെ നിന്ന് ജോലി നഷ്ടപ്പെട്ട് മടങ്ങിയെത്തുന്നവർക്ക് വേണ്ടി എന്തു പാക്കേജാണ് ലോക കേരള സഭയിൽ നിന്ന് ഒരുക്കി നൽകിയിട്ടുള്ളത്? ഇവിടെ ഈ എത്തുന്ന പ്രവാസികളായ നിക്ഷേപകർ അല്ലെങ്കിൽ പ്രവാസികളായ വ്യവസായികൾ അവർക്കൊരു അവധിക്കാല എൻ്റർടൈൻമെൻറ്റ് എന്നതിലപ്പുറത്തേക്ക് എന്താണ് ലോക കേരള സഭ കേരളത്തിന് നൽകുന്നത്, രാജീവ്? ഉമേഷ്, കഴിഞ്ഞ കുറേ വർഷങ്ങളായി തന്നെ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു പ്രധാന പ്രശ്നവും അത് തന്നെയാണ്. അതായത് സർക്കാർ ഖജനാവിൽ നിന്ന് കോടിക്കണക്കിന് രൂപ ചെലവഴിച്ചുകൊണ്ട് ലോക കേരള സഭ സംഘടിപ്പിക്കുന്നു. പക്ഷേ അതുകൊണ്ട് സാധാരണക്കാരായ പ്രവാസികൾക്ക് എന്താണ് പ്രയോജനം? ഇതുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ സർക്കാർ അതിൽ നിന്ന് ഒഴിഞ്ഞു മാറുകയാണ് സാധാരണ ചെയ്യുന്നത്. ലോക കേരള സഭ കൊണ്ട് പരിഹരിച്ച പരാതികൾ എന്തൊക്കെയാണ്, ഏതൊക്കെ പ്രശ്നങ്ങളിൽ ഇടപെട്ടു എന്നൊക്കെ പലപ്പോഴും നിയമസഭയിൽ ചോദ്യങ്ങളായി വരാറുണ്ട്. പക്ഷേ അതിന് മുഖ്യമന്ത്രി കൃത്യമായ മറുപടികൾ നൽകാറില്ല. പക്ഷേ ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രശ്നമായി മാറുന്നത് സംസ്ഥാനം രൂക്ഷമായ മഴക്കെടുതികൾ നേരിടുകയാണ്. തിരുവനന്തപുരം ഉൾപ്പെടെ വെള്ളക്കെട്ടുകളാൽ നിറഞ്ഞിരിക്കുന്നു. നേരത്തെ ശ്രീമതി മേരി ജോർജ് ചൂണ്ടിക്കാണിച്ച പോലെ പകർച്ചവ്യാധികളുടെ ഒരു പെരുമഴക്കാലം തന്നെയാണ് വരാനിരിക്കുന്നത് എന്ന് ആരോഗ്യവകുപ്പ് ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. മാത്രമല്ല, ചരിത്രത്തിലെങ്ങും ഇല്ലാത്ത രീതിയിൽ മഞ്ഞപ്പിത്തം പടർന്നു പിടിക്കുന്നു, ഡെങ്കിപ്പനി പടർന്നു പിടിക്കുന്നു. ആ രീതിയിലുള്ള പകർച്ചവ്യാധികൾ ഇനിയും കൂടുതലായി പടർന്നു പിടിക്കാനുള്ള സാധ്യതയുണ്ട് എന്ന് തന്നെയാണ് ആരോഗ്യ വിദഗ്ധരും ചൂണ്ടിക്കാണിക്കുന്നത്. അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം സംസ്ഥാനത്തിൻ്റെ സാമ്പത്തിക പ്രതിസന്ധി കാരണം തദ്ദേശ സ്ഥാപനങ്ങൾക്ക് മഴക്കാലപൂർവ്വ ശുചീകരണ പ്രവർത്തനങ്ങൾക്കായി പണം അനുവദിച്ചിട്ടില്ല എന്നാണ്. നമുക്ക് പലയിടത്തും പരിശോധിക്കുമ്പോൾ അറിയാം, വെള്ളക്കെട്ടുകളെല്ലാം മാലിന്യ കൂമ്പാരമായി മാറിയിരിക്കുന്നു, ഓടകൾ നിറഞ്ഞു കവിഞ്ഞിരിക്കുന്ന ഒരു അവസ്ഥയാണ്. അതുകൊണ്ട് തന്നെ വെള്ളം ഒഴുകി പോകുന്നില്ല, ജലാശയങ്ങൾ മുഴുവൻ മാലിന്യങ്ങൾ നിറഞ്ഞ് കൊതുകുകൾ നിറഞ്ഞ ഒരവസ്ഥയിലേക്ക് പോകുന്നു. ഇതൊരു പക്ഷേ ഈ മഴ ഈ രീതിയിൽ തുടരുകയാണെങ്കിൽ രൂക്ഷമായ പ്രതിസന്ധി സംസ്ഥാനത്തുണ്ടാക്കുമെന്ന കാര്യത്തിൽ ഒരു സംശയമില്ല. അതുകൊണ്ട് തന്നെ ഇതുമായി ബന്ധപ്പെട്ട ചർച്ചകളാണ് സംസ്ഥാനത്ത് നടക്കേണ്ടത് എന്ന് ആരോഗ്യ വിദഗ്ധർ ചൂണ്ടിക്കാണിക്കുന്നു. അവശ്യ മരുന്നുകൾ സംസ്ഥാനത്തെ ആശുപത്രികളിൽ ലഭ്യമല്ല. കഴിഞ്ഞ കുറേ നാളുകളായി തന്നെ ആരോഗ്യരംഗത്തുള്ളവർ ഇക്കാര്യം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ധനവകുപ്പിന് കത്ത് നൽകുന്നു. കേരള മെഡിക്കൽ സർവീസ് കോർപ്പറേഷൻ ലിമിറ്റഡ് പലതവണ കത്ത് നൽകിയതാണ്. ആശുപത്രികളിൽ മരുന്നുകൾ എത്തിക്കാൻ കഴിയുന്നില്ല എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ട്. പക്ഷേ അതിനൊന്നും പരിഹാരം കാണാൻ നിലവിൽ സർക്കാർ സംവിധാനങ്ങൾക്ക് കഴിയുന്നില്ല. മാത്രമല്ല, നമ്മൾ നേരത്തെ റിപ്പോർട്ട് ചെയ്ത ഒരു കാര്യമുണ്ട്. കാരുണ്യ പദ്ധതിയുമായി ബന്ധപ്പെടുത്തി സ്വകാര്യ ആശുപത്രികൾ നിരവധി തവണ തങ്ങളുടെ കുടിശ്ശിക നൽകണമെന്ന് ആവശ്യപ്പെട്ടിരുന്നു. അതുമായി ബന്ധപ്പെട്ട് ഒരു യോഗം വിളിക്കാൻ പോലും ഇതുവരെ സർക്കാർ തയ്യാറായിട്ടില്ല. നിലവിൽ ഈ കാരുണ്യ പദ്ധതിയുമായി ബന്ധപ്പെട്ട് സ്വകാര്യ ആശുപത്രികളിലേക്ക് രോഗികൾ ചെല്ലുകയാണെങ്കിൽ അവർക്ക് ചികിത്സ ലഭ്യമല്ലാത്ത സാഹചര്യം നിലനിൽക്കുന്നുണ്ട്. പക്ഷേ ഇതിലൊന്നും ഒരു യോഗവും മുഖ്യമന്ത്രി വിളിച്ചിട്ടില്ല. മുഖ്യമന്ത്രി തിരിച്ചെത്തിയ ശേഷമാണ് ഈ ശക്തമായ മഴയുണ്ടായത്. മാത്രമല്ല, വരും ദിവസങ്ങളിലും മഴ തുടരാനുള്ള സാധ്യത നിലനിൽക്കുന്നുണ്ട്. അതുമായി ബന്ധപ്പെട്ട യോഗങ്ങളല്ല മുഖ്യമന്ത്രി വിളിച്ചിരിക്കുന്നത്. ലോക കേരള സഭയുടെ ഒരുക്കങ്ങൾ ചർച്ച ചെയ്യുന്നതിന് വേണ്ടി യോഗം വിളിച്ചിരിക്കുന്നു. അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, അതായത് വിദേശത്ത് നിന്ന് എത്തുന്ന പ്രവാസികൾക്ക് ഇവിടെ എന്തൊക്കെ സൗകര്യങ്ങൾ ഒരുക്കാം, അവർക്കായി എന്തൊക്കെ ക്രമീകരണങ്ങൾ ചെയ്യണം എന്ന് ചർച്ച ചെയ്യാൻ വേണ്ടിയുള്ള യോഗമാണ് വിളിച്ചു ചേർത്തിരിക്കുന്നത് എന്നതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. കാരണം മുഖ്യമന്ത്രി വിദേശ സന്ദർശനം കഴിഞ്ഞെത്തുമ്പോൾ അതായിരുന്നു ചർച്ച ചെയ്യേണ്ടത് എന്ന
ചോദ്യം പ്രധാനമായും ഉയരുന്നതും അവിടെ തന്നെയാണ്. കാരണം മുഖ്യമന്ത്രി ഏറ്റവും കൂടുതൽ പ്രാധാന്യം നൽകുന്നത് ലോക കേരള സഭയ്ക്കാണ്. അതുകൊണ്ട് തന്നെയാണ് രൂക്ഷമായ സാമ്പത്തിക പ്രതിസന്ധിയൊക്കെ നിലനിൽക്കുമ്പോഴും ലോക കേരള സഭയ്ക്കായി തിരക്കിട്ട് 3 കോടി രൂപ അനുവദിച്ചിരിക്കുന്നത്. അവിടെ ഏറ്റവും പ്രധാനമായും നമ്മൾ ചർച്ച ചെയ്യേണ്ട മറ്റൊരു കാര്യമുള്ളത് ഈ ക്ഷേമ പെൻഷനുകളുടേതാണ്. ക്ഷേമ പെൻഷനുകൾ കഴിഞ്ഞ 6 മാസമായി നൽകിയിട്ടില്ല. 1 മാസം ക്ഷേമ പെൻഷൻ പോലും ഇതുവരെ നൽകാത്ത ഒരു അവസ്ഥ നിലനിൽക്കുന്നുണ്ട്. അതേസമയം തന്നെയാണ് ലോക കേരള സഭയ്ക്കായി സർക്കാർ എല്ലാ സഹായങ്ങളും നൽകിക്കൊണ്ടിരിക്കുന്നത്. ആദ്യഘട്ടമായി ഇപ്പോൾ 3 കോടി അനുവദിച്ചെങ്കിൽ വീണ്ടും വരും ദിവസങ്ങളിൽ കൂടുതൽ പണം അനുവദിക്കാനുള്ള സാധ്യതയുണ്ട് എന്ന് തന്നെയാണ് ഉദ്യോഗസ്ഥർ പറയുന്നത്. മാത്രമല്ല ഈ ലോക കേരള സഭ ജൂണിൽ സംഘടിപ്പിച്ചു കഴിഞ്ഞാൽ ഉടൻ തന്നെ മേഖലാ സമ്മേളനങ്ങളും ഉണ്ടാകും. അതിനുള്ള ക്രമീകരണങ്ങൾ കൂടി സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെയാണ് തിരക്കിട്ട ഇത്തരത്തിലുള്ള യോഗങ്ങളിലേക്ക് മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ തന്നെ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ഉമേഷ്.